ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാമീസ് ബോട്ടിക്. അപ്പോൾ കുട്ടികളുടെ ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ് ചാർട്ടുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയട്ടെ, വീഡിയോ മുഴുവനായിട്ട് കാണും. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെഡിമെയ്ഡ് ഫ്രോക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബോൺ ബേബി മുതൽ ഒരു 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റിൽ ഇതിൽ നിങ്ങൾ എപ്പോഴും ഇത് സ്യൂട്ട് ആവണം എന്നില്ല, എങ്കിലും കാരണം സെയിം ഇയറുള്ള കുട്ടികൾ തന്നെ പല അവരുടെ ഷേപ്പിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുള്ളവരായിരിക്കും. കാരണം ഒന്നെങ്കിൽ മെലിഞ്ഞിരിക്കും, അല്ലെങ്കിൽ നല്ല തടിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ഒരു നോർമൽ സൈസുള്ള കുട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അളവിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കുറഞ്ഞ രീതിയിലുള്ള മാറ്റത്തിരുത്തുകൾ നടത്തേണ്ടതാണ്. എങ്കിലും അവരിലൊക്കെ നിങ്ങൾ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രം മാറ്റപ്പെടുത്തിയാൽ മതി. ബാക്കിയുള്ള ആം ഹോള്, ഷോൾഡർ ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ നെക്കിൻ്റെ ഭാഗം എല്ലാം സെയിം ആയിരിക്കും, ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് അളവുകൾ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ 11 ഇയേഴ്സ് വരെയുള്ള മെഷർമെൻ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മുഖ്യമായിട്ടും ഫ്രോക്കാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഫ്രോക്ക് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് കട്ടിങ്, യോക്ക് ഭാഗവും സ്കേർട്ടിൻ്റെ ഭാഗം സെപ്പറേറ്റ് കട്ടിങ്, അതിനനുസരിച്ചുള്ള അളവുകളാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ 6 മന്ത് നമ്മൾ ഓരോ സൈസുകൾ ഉണ്ടാവും, ഓരോ ഡ്രസ്സിന് നമുക്ക് ഓരോ സൈസുകൾ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇതാണ് 14, 6 മന്ത് ആകുമ്പോൾ 14, പിന്നെ അങ്ങോട്ട് 1 വയസ്സാകുമ്പോൾ 16 സൈസ്, 18 സൈസ്, 20 സൈസ്, ഇങ്ങനെ സൈസിൻ്റെ ഇത് കൂടി വരും. വലുതാകുന്നതിനനുസരിച്ച് സൈസ് കൂടി വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് തയ്ക്കണ കുട്ടിയുടെ അളവ് സൈസ് വരുന്നത്. ചിലപ്പോൾ കസ്റ്റമർ പറയും ഇത്ര സൈസുള്ള കുട്ടിക്കാണ് വേണ്ടി തയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സൈസുകൾ ഓർമ്മിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ സൈസിൽ ഏതാവും അളവ് എന്ന് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നീട് ഞാൻ ആദ്യം കൊടുത്തിരുന്നത് ഈ ബോഡി പാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബോഡി പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബോഡി പാർട്ടിൽ ഇങ്ങനെ ആണല്ലോ, പീസിനെ 4 ഭാഗമാക്കിയിട്ടാണ് മടക്കിയെടുക്കുക. അപ്പോൾ 4 ഭാഗമാകുമ്പോൾ ഇതാണ് ബോഡി പാർട്ടിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ഇതിലാദ്യം ഈ മൊത്തം നീളമാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളമാണ് ബോഡി പാർട്ടായിട്ട് അളവായി ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ 6 മന്ത്സിനൊക്കെ നമുക്ക് 5 കൊടുത്തത്. ഇതിൽ ഞാൻ ശ്രദ്ധിക്കുക, ഇതിൽ ഇവിടെയും ഞാൻ സീം അലവൻസ് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തയ്യൽ തുമ്പ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്തിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഇതിലെ അളവിൽ ഒന്നിലും സീം അലവൻസ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 6 മന്തിലാകുമ്പോൾ 5 കൊടുത്താൽ പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ടാണ് ഞാൻ പ്ലസ് 1 ഇട്ട് കൊടുത്തതാണ്. ഇത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ 5 ഒന്നിൽ ഇവിടെ 1/2 ഇഞ്ച്, നമുക്കിവിടെ 1/2 ഇഞ്ച് പോവും ഷോൾഡർ സ്ലോപ്പ് ജോയിൻ ചെയ്യുന്ന സമയത്ത്. അതുപോലെ 1/2 ഇഞ്ച് ഇവിടെ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം സ്കേർട്ട് ഭാഗത്തായിട്ട് ചേർക്കുന്ന സമയത്ത് ഇവിടെ 1/2 ഇഞ്ച്, അങ്ങനെ പ്ലസ് 1 ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ 6 മന്തിൻ്റെ ഷോൾഡർ വരുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ഇവിടെ ഷോൾഡർ 4 ഇഞ്ച് വരും. ഇങ്ങനെ മൊത്തത്തിലുള്ള അളവാണ് 4 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് ഇതാ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നെക്ക് വിടുത്ത്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നെക്ക് വിടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ അടിഭാഗത്തേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തേക്ക്. പിന്നെ ബാക്ക് ലെങ്ത്ത് കൊടുത്തത് 1.5 ഇഞ്ചാണ്. അതുപോലെ ആം ഹോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആം ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയാണ് ആം ഹോൾ വരിട്ട്, അങ്ങനെ ആം ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗം ഈ ചെസ്റ്റിൻ്റെ ഭാഗം ഇതിൽ ഞാൻ കൊടുത്തത് മൊത്തമായിട്ടും നമ്മൾ ചെസ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആണ്. അതിലേക്കും സീം അലവൻസ് ആഡ് ചെയ്തിട്ടുള്ള ഇല്ല. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചെസ്റ്റ് നമ്മൾ മൊത്തമായിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള സംഖ്യയാണ് ഇവിടെ 5 എന്ന് എഴുതിയിട്ടുള്ളത്. അതിലേക്ക് നിങ്ങൾ ഇതിൻ്റെ കൂടെ പ്ലസ് സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ വേസ്റ്റിൻ്റെ അളവ്, വേസ്റ്റും അതുപോലെ മൊത്തമായിട്ടുള്ള വേസ്റ്റിൻ്റെ അളവ് റൗണ്ട് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെസ്റ്റിൻ്റെ അളവ് അറിയാം. ചെസ്റ്റ് ഇപ്പോൾ ഇവിടെ 20 ആവും വരിക. അപ്പോൾ 20 ഡിവൈഡ് ബൈ 4, അപ്പോൾ നമുക്ക് 5 കിട്ടിയതാണ്. അങ്ങനെയാണ് 5 വരുന്നത്. ഇതും അതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഇതിൽ മൊത്തത്തിലും അങ്ങനെ അളവിലാണ് കൊടുത്തത്. പിന്നെ ഹിപ്പ് റൗണ്ട് നമ്മൾ ഫ്രോക്ക് തയ്ക്കണ സമയത്ത് ഹിപ്പ് റൗണ്ട് നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഞാൻ നിങ്ങൾ പട്ടുപാവാടൻ്റെ ടോപ്പുകൾ, അങ്ങനത്തെ ചെറിയ മിഡി ടോപ്പുകളൊക്കെ തയ്ക്കണ സമയത്ത് ഹിപ്പ് റൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാർട്ടിൽ ഹിപ്പ് റൗണ്ട് കൂടി കൊടുത്തിട്ടുള്ളത്. ഫ്രോക്കിന് വേണ്ടി നമുക്ക് ഹിപ്പ് റൗണ്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് നമ്മൾ വരുന്ന അടിഭാഗത്ത് സ്കേർട്ട് വരുന്ന ലെങ്ത്ത്
ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്താണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇത് ഞാനൊരു മുട്ട് വരെ വരുന്ന ലെങ്ത്താണ് ഇതിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഫുൾ ലെങ്ത് അല്ല. ഒരു മുട്ട് ഭാഗം വരുന്ന ഫ്രോക്കിന് സാധാ ചെറിയ കുഞ്ഞു കുട്ടികൾക്കായാലും അപ്പോൾ ആ ഒരു സൈസിൽ മുട്ട് വരെ വരുന്ന ഫ്രോക്കിൻ്റെ ലെങ്ത്താണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ശേഷം സ്കേർട്ട് വിടുത്ത് എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് ഇൻറ്റു 3, വേസ്റ്റിൻ്റെ 3 മടങ്ങായിട്ടാണ് നമ്മൾ സ്കേർട്ടിന് തുണി എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വീതി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പ്ലീറ്റ് ഇട്ട് അതുപോലെ നെറ്റ് കൊണ്ടുള്ള ഫ്രോക്ക് തയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ അതിന് വേണ്ടിയാണ് ഈ മെഷർമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാ ഫ്രോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 2 മടക്ക് 2.5 മടങ്ങൊക്കെ എടുക്കാം. അതുപോലെ പട്ടുപാട് അങ്ങനത്തെ ഇതിനൊക്കെ ഈ 3 മടങ്ങിനെടുത്ത് പ്ലീറ്റ് ഇട്ട് തയ്ക്കാൻ. പ്ലീറ്റ് ഇട്ട് തയ്ക്കണ എല്ലാ ഫ്രോക്കുകൾക്കും ഇതുപോലെ 3 മടങ്ങാണ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ എടുക്കണം. എങ്കിലേ നമ്മളെ ഫ്രോക്ക് നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഹിപ്പിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക, അത് ഹിപ്പിൻ്റെ ആവശ്യമില്ല, നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം എടുത്തിട്ടാണ് ചെയ്യുക. ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇവിടെ വേസ്റ്റ് അളവ് വരും. ഈ വേസ്റ്റിൻ്റെ അവിടെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ മേലോട്ട് കയറ്റിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രോക്ക് വരുന്ന സമയത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യാൻ കേട്ടോ. ഇതിലൊക്കെ നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തിട്ടാണ് ഈ അളവിൽ ചെയ്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അതുപോലെ സ്കേർട്ടിൻ്റെ ഭാഗത്തോ എവിടെയും ഞാൻ സീം അലവൻസ് ആഡ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 6 to 1 month year 16 സൈസാണ്, 5 കൊടുത്തു. അതും മിക്കവാറും കുട്ടികളുടെ കേസിലൊക്കെ ഏകദേശം ഒരേ അളവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 5, ഇവിടെ 4, ഷോൾഡറൊക്കെ 4 കൊടുത്ത് നെക്ക് വിടുത്തതൊക്കെ ഒരുപോലെ ഏകദേശം ഒക്കെ ഒരുപോലെ. ആ ഒരു പ്രത്യേകിച്ച് ആ പ്രായം കുട്ടികളുടെ അളവുകളൊക്കെ ഒരുപോലെ ആയിരിക്കും. അതുപോലെ 1:2 18 സൈസ് ഇവർക്ക് 6 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷോൾഡർ 4.5, നെക്ക് വിടുത്ത് 2, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്താണ് 2.5, ബാക്ക് ലെങ്ത്ത് 2, ആം ഹോൾ 4, ചെസ്റ്റ് 5.5, വേസ്റ്റ് 5, സ്കേർട്ട് ലെങ്ത്ത് 8, വേസ്റ്റ് 2 ഇൻറ്റു 3 അതാണ് സ്കേർട്ടിൻ്റെ വിടുത്ത് വരുന്നത്. ഓക്കെ. 2 അതേശം 2 to 3 വരെയുള്ളത് 7. ഇവിടെ 4.25 കൊടുത്തിട്ടുള്ളത്. ഷോൾഡർ 4.25, നെക്ക് വിടുത്ത് 2, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ച്, ബാക്ക് നെക്ക് 2.5, ആം ഹോൾ 4, ചെസ്റ്റ് 6, വേസ്റ്റ് 5.5, സ്കേർട്ട് 12, വേസ്റ്റ് ഇൻറ്റു 3. ഓക്കെ. എല്ലാത്തിനും നിങ്ങൾ വേസ്റ്റിൻ്റെ മൊത്തമായിട്ടുള്ള അളവ് റൗണ്ട് ചെയ്തെടുക്കുക. ആ റൗണ്ട് ചെയ്തിൻ്റെ 3 മടങ്ങാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി ഇതിനെ വേസ്റ്റിൻ്റെ 5.5 ഇൻറ്റു 3 ചെയ്തെടുത്താലും പ്ലസ് അതിലേക്ക് നിങ്ങൾ സീം അലവൻസ് ആഡ് ചെയ്യണം. അത് മസ്റ്റാണ്, മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ അളവിൽ വ്യത്യാസം വരും. അങ്ങനെ 3, 4, 4.5 ഓരോ വയസ്സിൻ്റെ കുട്ടികൾക്കും 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കറക്റ്റ് അളവാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അക്യുറേറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരുപാട് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാണ്, നമ്മൾ എങ്ങനെ നോക്കി ചെയ്താലും കുട്ടികളുടെ സൈസ് പല വിധത്തിലായിരിക്കും. അപ്പോൾ അവിടെ കുറഞ്ഞ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തടിയുള്ള കുട്ടികളും തടിയില്ലാത്ത കുട്ടികൾക്കും നിങ്ങൾ അളവിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ തിരുത്തലുകൾ നടത്തേണ്ടതാണ്. പിന്നെ അതുപോലെ 9 to 10, 10 to 11 ഇയേഴ്സ് കുട്ടികൾക്കൊക്കെ ബോഡി പാർട്ടിൻ്റെ അളവൊക്കെ സെയിം ആണ് കൊടുത്തിട്ടുള്ളത്. ചില കേസിൽ ചില കുട്ടികൾക്ക് ചിലപ്പോൾ വയറിൻ്റെ ഭാഗം കുറച്ച് അധികവും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രത്യേകം വേസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ച് അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കും. അല്ല പറ്റ മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 തന്നെ എടുക്കാം, അല്ലെങ്കിൽ 8 എടുക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അളവ് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക. അല്ല നിങ്ങൾക്ക് സൈസാണ് തന്നിട്ടുള്ളത് ഈ അളവിനനുസരിച്ച് എടുക്കാം. എങ്കിലും ജസ്റ്റ് അവരോട് ചോദിക്കാം നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ കുട്ടി നല്ല തടിയുള്ളതാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോ ഒന്ന് കാണാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. ഓക്കെ. നല്ല രീതിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഇതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ചാർട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ പിന്നെ ഓർമ്മിപ്പിക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ ചാർട്ടൊന്ന് പിൻ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.